ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒരു ചിക്കു മരമുണ്ട്. അപ്പോൾ ഇതുവരെ അത് പറിക്കാനുള്ള സമയമോ ഒന്നും വന്നില്ലായിരുന്നു. അപ്പം എന്തായാലും സൺഡേ അല്ലേ, ആരും ഉള്ളപ്പം അങ്ങ് പറിച്ചേക്കാം, ഒരു ജ്യൂസൊക്കെ അടിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ഏകദേശമൊക്കെ നല്ല മൂത്തതായിരുന്നു കേട്ടോ എല്ലാം. സാധാരണഗതിയിൽ ഞങ്ങൾ ഏകദേശം ഇവിടെ വന്നപ്പോൾ പകുതിയായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങൾ 2-3 ദിവസമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ പൊക്കത്തോട്ട് നോക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ 2 ദിവസമായിട്ട് മുമ്പ് നോക്കിയപ്പോൾ ഉണ്ട് നല്ല വലിപ്പത്തിൽ കുറേയൊക്കെ താഴെ വീണ് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും പറിച്ചേക്കാമെന്ന് കരുതി. എന്തായാലും വീട്ടിലാർക്കും ചിക്കനോട് വല്ല താല്പര്യമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു വെറുതെ ചാടിപ്പോകുന്നതും അങ്ങനെയെല്ലാം കാക്കുകുത്തിയൊക്കെ പോകാൻ തോന്നുന്നു. അപ്പോൾ പിന്നെ ഇന്നെന്തായാലും പറിച്ചേക്കാമെന്ന് കരുതി. കാരണം എനിക്ക് വല്ല ചിക്കനോട് വലിയ താല്പര്യം, വേറെ വല്ല മാങ്ങയൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടൊന്ന് പയറ്റിയാണ്. പക്ഷെ പിറക്കാനൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ, പിറക്കാനും പറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. ചിക്കു പണ്ട് ഞാൻ കഴിക്കില്ല, എനിക്കെന്തോ എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇഷ്ടക്കേട്, ബാക്കിയുള്ളവരൊക്കെ കഴിക്കും. പിന്നെ അല്ലാണ്ട് പഴുത്തതാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോണ്ടി തിന്നുകയും ചെയ്യും. ചിക്കു ജ്യൂസായിട്ട് കുടിക്കാൻ ഒരു താല്പര്യക്കുറവാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാ, എന്തായാലും പറിച്ച് തീർക്കണം എന്തായാലും. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. കുഞ്ഞാറ്റയുണ്ട്, ഞാനുണ്ട്, ചേട്ടായിയുണ്ട്. ചേട്ടായി കേട്ടോ പറിച്ചിരുന്നത്. ഞങ്ങൾ പറിച്ച് വെച്ച് പഴുപ്പിക്കുന്നതുകൊണ്ട് അതാണ് ഞാൻ കീഴെ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ട അതിൻ്റെ വലിപ്പം. എനിക്കൊന്ന് കടയിൽ നമ്മൾ സാധാരണ ഇതിൽ വാങ്ങുന്ന രീതിയിനെക്കാട്ടും വലിപ്പമുണ്ട് കേട്ടോ വീട്ടിലുണ്ടാവുന്നത്. കാരണം കടയിലൊക്കെ ഞാൻ പോയി നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, ചെറുതായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര നല്ല വലിപ്പമുണ്ട്. ലാസ്റ്റ് ഞാൻ കാണിച്ചു തരും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു വലിയ പാത്രത്തിനകത്താക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വലിപ്പം വലിയതാണ്. അത് എൻ്റെ കയ്യിലാകുമ്പോൾ പകുതിയാവും. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ചക്കര പിടിക്കുമ്പോൾ വലിയതായിട്ട് ഇത് കാണാൻ ശരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഏകദേശമൊക്കെ പറിച്ചു. ബാക്കിയെല്ലാം ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതാട്ടോ കേട്ടോ, എന്ത് വലുതാണ്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ഉണ്ടാവുമെന്ന് സംശയമുണ്ട്. പക്ഷേ എൻ്റെ വലിപ്പം കൊണ്ടാണെന്ന് തോന്നുന്നു, കുറേ ഉള്ളതുപോലെ തോന്നും. അങ്ങനെ ഞങ്ങൾ പിരിച്ചു വിട്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പിഞ്ചേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഒരു പരിധി വരെ അതെല്ലാം ആയി വരണം, എന്നാലേ ഇനിയിപ്പോൾ പറിക്കാനാവുള്ളൂ. അങ്ങനെ ഞങ്ങളതെല്ലാം എടുത്ത് വലിയൊരു ബേസിനകത്താക്കി ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. കണ്ട അതിൻ്റെ വലിപ്പം കണ്ട, ഇതാ ഞാൻ പറഞ്ഞ ലാസ്റ്റ് കാണിച്ചു തരാമെന്ന്. കണ്ട അതിൻ്റെ വലിപ്പം നല്ല വലിപ്പമുണ്ട്. ഞാൻ ഫോണിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം തിരിയുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വലിയ എന്താ പറയുക, നമ്മൾ സാധാരണ ഈ കടയിൽ കാണുന്ന ചിക്കുവിനെക്കാട്ടും കണ്ടോ ചക്കര പിടിച്ചപ്പോൾ നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത് കറക്റ്റ് തിരിയും. അവളുടെ കൈ പിടിക്കുമ്പോഴാണ് ശരിക്കും. ഇത് ഞങ്ങൾ അതിൻ്റെ അകത്ത് ഇടാനുള്ള, ജ്യൂസിനകത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വന്നതാണ് ഗൈസ്. ഞങ്ങളതൊരു പരിവാക്കുമെന്ന് പറഞ്ഞ ചേട്ടയെ വേഗം തന്നെ എടുത്തിട്ട് പോയിട്ടോ.